സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ താക്കേച്ചിയും കൂടെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബീജിംഗിൽ നിന്ന് വന്ന മുന്നറിയിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയാകുകയാണ്. ചൈന പറയുന്നത് ഇതാണ്: ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഹകരണം ഒരു മൂന്നാം രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ളതാകരുത്, പ്രത്യേക ചേരികൾ ഉണ്ടാക്കി മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കരുത്. പക്ഷേ ചോദ്യം ഇതാണ്: ഇന്ത്യയും ജപ്പാനും ചൈനയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ ചൈനയ്ക്ക് ഇത്ര ആശങ്ക എന്തിനാണ്? ഉത്തരം വളരെ ലളിതമാണ്. ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ജപ്പാനും തൊട്ട വിഷയങ്ങൾ ചൈനയുടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള മേഖലകളാണ്. സെമി കണ്ടക്ടർ, ക്രിട്ടിക്കൽ മിനറൽസ്, സപ്ലൈ ചെയിൻ, നാവിക സുരക്ഷ, സൗത്ത് ചൈന സീ, ഈസ്റ്റ് ചൈന സീ, പ്രതിരോധ സാങ്കേതികവിദ്യ, ക്വാഡ് കോഓപ്പറേഷൻ. അതുകൊണ്ട് ഇതൊരു സാധാരണ ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് അല്ല. ഏഷ്യയിലെ പവർ ബാലൻസ് തന്നെ മാറ്റുന്ന ഒരു വലിയ സൂചനയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യയും ജപ്പാനും ഒന്നിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ്? ഇന്ത്യയും ജപ്പാനും ചൈനയുടെ സമ്മർദ്ദം രണ്ട് വ്യത്യസ്ത ദിശകളിൽ നേരിടുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മോദി തക്കൈച്ചി കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ സന്ദേശം ഇതാണ്: ഏഷ്യയിൽ ചൈന മാത്രം നിയമം എഴുതുന്ന കാലം അവസാനിക്കുകയാണ്. ഇന്ത്യയും ജപ്പാനും ഒരൊറ്റ രാജ്യത്തെ ആശ്രയിക്കുന്ന സപ്ലൈ ചെയിൻ കുറയ്ക്കണമെന്ന് തീരുമാനിച്ചു. ഇത് ചൈനയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. കാരണം ഇന്നത്തെ ലോകത്ത് ഓയിൽ മാത്രം മതിയാവില്ല. യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ, റഡാറുകൾ, സാറ്റലൈറ്റുകൾ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ബാറ്ററി, ഇതെല്ലാം റെയർ എർത്ത് എലിമെൻസിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിൽ ചൈനയ്ക്ക് വലിയ പിടിയുണ്ട്. ഖനനം മാത്രമല്ല, അതിൻ്റെ റിഫൈനിങ്, പ്രോസസ്സിംഗ്, ബാറ്ററി മെറ്റീരിയൽസ്, റെയർ എർത്ത് മാഗ്നറ്റ്സ് എല്ലായിടത്തും ചൈന അങ്ങേയറ്റം ശക്തമാണ്. ഇതുകൊണ്ടാണ് ഇന്ത്യയും ജപ്പാനും പറയുന്ന ഒരൊറ്റ രാജ്യത്തെ ആശ്രയിക്കരുത് എന്ന വാചകം ചൈനയെ അസ്വസ്ഥമാക്കുന്നത്. അതിൻ്റെ കാരണം ചൈന ഇതുവരെ ക്രിട്ടിക്കൽ മിനറൽസിനെ വ്യാപാര ആയുധമായിട്ടും ജിയോ പൊളിറ്റിക്കൽ പ്രഷർ ടൂളായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയും ജപ്പാനും ഓൾട്ടർനേറ്റീവ് സപ്ലൈ ചെയിൻ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ചൈനയുടെ എക്കണോമിക് ബ്ലാക്ക് മെയിൽ മോഡൽ ദുർബലമാകും. ഇവിടെ ഇന്ത്യയും ജപ്പാനും ഒന്നിക്കുന്ന കാര്യം പറയുമ്പോൾ ജപ്പാന്റെ ശക്തി എന്താണ്, ഇന്ത്യയുടെ ശക്തി എന്താണ് എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിക്കണം. ജപ്പാന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്, പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, സെമി കണ്ടക്ടേഴ്സ്, റോബോട്ടിക്സ്, നേവൽ ഇലക്ട്രോണിക്സ്, ഇതൊക്കെയാണ് ജപ്പാന്റെ ശക്തി. ഇന്ത്യയോ? വലിയ മാർക്കറ്റ്, സ്കിൽഡ് മാൻ പവർ, സോഫ്റ്റ്വെയർ ടാലൻറ്റ്, മാനുഫാക്ചറിങ് പൊട്ടൻഷ്യൽ, ഇന്ത്യൻ ഓഷ്യൻ ജിയോഗ്രാഫി, ഇതൊക്കെയാണ് ഇന്ത്യയുടെ ശക്തി. അപ്പോൾ ഇത് രണ്ടും ചേർന്നാൽ എന്താണ് സംഭവിക്കുക? ജപ്പാൻ ടെക്നോളജിയും ഇൻവെസ്റ്റ്മെൻറ്റും നൽകും. ഇന്ത്യ സ്കെയിലും മാൻ പവറും മാർക്കറ്റും സ്ട്രാറ്റജിക് ലൊക്കേഷനും നൽകും. അപ്പോൾ ചൈന +1 സ്ട്രാറ്റജി വെറും സ്ലോഗനായിട്ട് നിൽക്കില്ല, അത് യഥാർത്ഥ മാനുഫാക്ചറിങ് ഷിഫ്റ്റായിട്ട് മാറും. ഇതാണ് ചൈനയ്ക്ക് ഏറ്റവും വലിയ ഭയം. കാരണം ചൈനയുടെ സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാനം ലോകം ചൈനീസ് സപ്ലൈ ചെയിനെ ആശ്രയിക്കണമെന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യയും ജപ്പാനും പ്രതിരോധ രംഗത്ത് യൂണിക്കോൺ എന്ന അഡ്വാൻസ്ഡ് നേവൽ ആന്റിന സിസ്റ്റമിലും മുന്നോട്ട് പോവുകയാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ യുദ്ധക്കപ്പലുകളിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് കൂടുതൽ കോമ്പാക്ട്, എഫിഷ്യൻറ്റ്, സ്റ്റെൽത്ത് ഫ്രണ്ട്ലി ആക്കാൻ സഹായിക്കുന്ന ടെക്നോളജിയാണ് ഇത്. ഇതൊരു സാധാരണ ആന്റിന ഡീലല്ല. ഇന്ത്യയും ജപ്പാനും ചേർന്ന് ഡിഫൻസ് ടെക്നോളജി വികസിപ്പിക്കുന്ന വലിയൊരു തുടക്കമാണിത്. യുദ്ധക്കപ്പലുകളിൽ അധികം ആന്റിനകളും എക്സ്പോസ്ഡ് സ്ട്രക്ചേഴ്സും ഉണ്ടെങ്കിൽ റഡാർ സിഗ്നേച്ചർ കൂടും. ശത്രുവിന് കപ്പൽ കണ്ടെത്താൻ എളുപ്പമാകും. യൂണിക്കോൺ പോലെയുള്ള ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റംസ് കപ്പലിൻ്റെ കമ്മ്യൂണിക്കേഷൻ ശേഷിയും സ്റ്റെൽത്ത് ക്വാളിറ്റിയും മെച്ചപ്പെടുത്തും. അതുകൂടാതെ ജപ്പാൻ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആയിട്ടുള്ള മൊഗാമി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അടക്കം ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നുള്ള ഓഫർ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൈന ഇതിനെ ഗൗരവമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യ ജപ്പാൻ നേവൽ ടെക്നോളജി കോഓപ്പറേഷൻ ശക്തമാകുന്നത് ഇന്ത്യൻ ഓഷ്യൻ മുതൽ വെസ്റ്റേൺ പസഫിക് വരെ ഒരു ചൈന ഫേസിംഗ് മാരിടൈം നെറ്റ്വർക്ക് രൂപപ്പെടുന്നതിൻ്റെ സൂചനയാണ്. ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവനയിൽ സൗത്ത് ചൈന സീയും ഈസ്റ്റ് ചൈന സീയും സംബന്ധിച്ച ശക്തമായ ഭാഷയുണ്ടായിരുന്നു. ഫ്രീഡം ഓഫ് നാവിഗേഷൻ, ഓവർ ഫ്ലൈറ്റ്, സ്റ്റേറ്റസ് കോ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ, ഡിസ്പ്യൂട്ടഡ് ഐലൻഡ്സിൻ്റെ മിലിറ്ററൈസേഷൻ, ഇതിനെക്കുറിച്ചെല്ലാം ഇരു രാജ്യങ്ങളും ആശങ്ക അറിയിച്ചു. അതിൽ ചൈനയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും സന്ദേശം വളരെ വ്യക്തമാണ്. സൗത്ത് ചൈന സീയിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡുകൾ, കോസ്റ്റ് ഗാർഡ് പ്രഷർ, മാരിടൈം മിലിഷ്യ, ഫിലിപ്പീൻസിനോട് ചേർന്നിട്ടുള്ള അഗ്രസീവ് ആക്ഷൻസ്, ഇതെല്ലാം ചൈനയുടെ നീക്കങ്ങളാണ്.
ഇന്ത്യയും ജപ്പാനും ഫിലിപ്പീൻസുമായിട്ടുള്ള ട്രൈലാറ്ററൽ പോളിസി ഡയലോഗും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഫിലിപ്പീൻസ് ഇന്ന് സൗത്ത് ചൈന സീയിൽ ചൈനീസ് സമ്മർദ്ദം നേരിടുന്ന ഒരു ഫ്രണ്ട് ലൈൻ കൺട്രിയാണ്. ഇത് കൂടാതെ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ പ്രകാരം അമേരിക്ക 2 സ്ക്വാഡ്രണിലധികം F-15 ഫൈറ്റർ വിമാനങ്ങൾ ജപ്പാനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് കാണിക്കുന്നത് ഇന്ത്യ ജപ്പാൻ പാർട്ണർഷിപ്പ് ഇനി ഡൽഹി ടോക്കിയോ ബന്ധത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ടോക്കിയോ, ഡൽഹി, മനില, കാൻബറ, വാഷിംഗ്ടൺ എന്ന വലിയ ഇൻഡോ പസഫിക് നെറ്റ്വർക്കിലേക്ക് നീങ്ങുകയാണ്. സനെ തകൈച്ചി സാധാരണ ഒരു ജപ്പാൻ നേതാവല്ല. അവർ സെക്യൂരിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള, ചൈന കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ടാണ് അറിയപ്പെടുന്നത്. തായ്വാൻ ക്രൈസിസ് ജപ്പാന്റെ നിലനിൽപ്പിനെയും സുരക്ഷയും ബാധിച്ചാൽ ജപ്പാൻ ഇടപെടേണ്ട സാഹചര്യമുണ്ടാകാം എന്നവർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈന ഇതിനെ അതീവ രൂക്ഷമായിട്ട് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ തകൈച്ചി ഇന്ത്യയിലെത്തി മോദിയുമായിട്ട് ഡിഫൻസ്, ക്രിട്ടിക്കൽ മിനറൽസ്, സെമി കണ്ടക്ടർ, മാരിടൈം സെക്യൂരിറ്റി എന്നീ വിഷയങ്ങളിൽ ധാരണയാകുമ്പോൾ ചൈന അത് സാധാരണ സന്ദർശനമായിട്ട് കാണില്ല. ചൈനയുടെ കാഴ്ചപ്പാടിൽ ഇത് ജപ്പാന്റെ ഒരു ടഫായിട്ടുള്ള ചൈന പോളിസിയും ഇന്ത്യയുടെ ഇൻഡോ പസഫിക്കിലെ ഉയർച്ചയും ഒന്നിക്കുന്ന ഒരു നിമിഷമാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ഇന്ത്യക്ക് 4 വലിയ നേട്ടങ്ങൾ നൽകും. ഒന്ന്, ടെക്നോളജി ആക്സസ്. ജപ്പാന്റെ സെമി കണ്ടക്ടേഴ്സ്, റോബോട്ടിക്സ്, പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, നേവൽ ഇലക്ട്രോണിക്സ്, ക്ലീൻ എനർജി ടെക്നോളജി ഇതെല്ലാം ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് അംബീഷന് വലിയ സഹായമാവും. 2, സപ്ലൈ ചെയിൻ സെക്യൂരിറ്റി. കോവിഡ് കാലവും യുക്രൈൻ വാറും തെളിയിച്ചത് ഒരു കാര്യമാണ്, സപ്ലൈ ചെയിൻ പോലും വെപ്പണൈസ് ചെയ്യപ്പെടാം. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ചീപ്പ് സപ്ലൈ മാത്രം പോരാ, സെക്യൂർ ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിനും വേണം. 3, മാരിടൈം അഡ്വാൻറ്റേജ്. ഇന്ത്യ ഇന്ത്യൻ ഓഷന്റെ മധ്യത്തിലാണ്. ജപ്പാന്റെ എനർജി സപ്ലൈ റൂട്ടുകൾ സൗത്ത് ചൈന സീ, മലാക്ക കടലിടുക്ക്, ഇന്ത്യൻ ഓഷൻ വഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ജപ്പാൻ നേവൽ കോഓപ്പറേഷൻ ഇരു രാജ്യങ്ങൾക്കും ഒരു സ്ട്രാറ്റജിക് ഇൻഷുറൻസ് ആണ്. 4, ഡിപ്ലോമാറ്റിക് ലിവറേജ്. ഇന്ത്യ ഒറ്റയ്ക്ക് ചൈനയെ നേരിടുന്നതും ഇന്ത്യ പ്ലസ് ജപ്പാൻ പ്ലസ് ഓസ്ട്രേലിയ പ്ലസ് USA പ്ലസ് ASEAN പാർട്ട്നേഴ്സ് എന്ന നെറ്റ്വർക്കിൽ സംസാരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് ഇന്ത്യയുടെ ബാർഗൈനിങ് പവർ വർദ്ധിപ്പിക്കും. പിന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുതയാണ് മോദിയുടെ വിദേശ പര്യടനത്തിൻ്റെ ടൈമിംഗ്. ഈ ചൈന വാണിംഗ് വന്നിരിക്കുന്നത് മോദിയുടെ ഇൻഡോ പസഫിക് പര്യടനത്തിൻ്റെ തൊട്ട് മുമ്പാണ്. ജപ്പാൻ സമ്മിറ്റിന് ശേഷം ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ എൻഗേജ്മെൻറ്റ് വളരെ ശ്രദ്ധേയമാണ്. ഇത് വെറും യാദൃശ്ചികമല്ല. ഇന്തോനേഷ്യ മലാക്ക സ്ട്രൈറ്റിൻ്റെ സമീപത്താണ്. ഓസ്ട്രേലിയ ഇൻഡോ പസഫിക് സെക്യൂരിറ്റിയിലെ ഒരു പ്രധാന പാർട്ട്ണറാണ്. ന്യൂസിലാൻഡ് ഒരു വൈഡർ പസഫിക് ഔട്ട്റീച്ചിൻ്റെ ഭാഗമാണ്. ജപ്പാൻ നോർത്ത് പസഫിക്കിൽ ഇന്ത്യയുടെ ശക്തമായ പങ്കാളിയുമാണ്. അപ്പോൾ ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഇന്ത്യ ഇൻഡോ പസഫിക് മാപ്പിൽ സ്വന്തം ഫുട് പ്രിൻ്റ് കൂടുതൽ വ്യക്തമായിട്ട് വരയ്ക്കുകയാണ്. ചൈന വായിക്കുന്ന സന്ദേശം ഇങ്ങനെയാണ്: ഇന്ത്യ ഇന്ത്യൻ ഓഷനിൽ മാത്രം നിൽക്കുന്നില്ല, ജപ്പാൻ ഈസ്റ്റ് ഏഷ്യയിൽ മാത്രം നിൽക്കുന്നില്ല, ASEAN രാജ്യങ്ങൾ ഒറ്റയ്ക്ക് ചൈനയുടെ സമ്മർദ്ദം സഹിക്കുന്നുമില്ല. ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുകയാണ്. ഇന്ത്യയും ജപ്പാനും പറയുന്നത് ഫ്രീഡം ഓഫ് നാവിഗേഷൻ, ഇന്റർനാഷണൽ ലോ, ട്രാൻസ്പെറൻറ്റ് സപ്ലൈ ചെയിൻസ്, പീസ്ഫുൾ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഇതൊക്കെയാണ്. ചൈനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഈ വാക്കുകളല്ല, ഈ വാക്കുകൾ നടപ്പിലാക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ ഒന്നിക്കുന്നതാണ്. അപ്പോൾ ചൈനയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് പേടി? മോദി താക്കൈച്ചി ഹാൻഡ് ഷേക്ക് അല്ല, ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, യൂണിക്കോൺ ആൻറ്റിന മാത്രമല്ല. ചൈനയ്ക്ക് പേടി ഈ വലിയ ഇക്വേഷനാണ്. ജപ്പാൻ്റെ ടെക്നോളജി പ്ലസ് ഇന്ത്യയുടെ ജിയോഗ്രാഫി പ്ലസ് ഇന്ത്യയുടെ മാർക്കറ്റ് പ്ലസ് ക്വാഡ് നെറ്റ്വർക്ക് പ്ലസ് ASEAN ഔട്ട്റീച്ച് പ്ലസ് ക്രിട്ടിക്കൽ മിനറൽസ് ഡൈവേഴ്സിഫിക്കേഷൻ പ്ലസ് മാരിടൈം സെക്യൂരിറ്റി കോഓപ്പറേഷൻ. ഇത് ചൈനയുടെ മോണോപ്പൊളി പൊളിറ്റിക്സിനെ ദുർബലമാക്കും. ഇന്ത്യയുടെ ലക്ഷ്യം യുദ്ധമല്ല, പക്ഷേ ഇന്ത്യയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ഇൻഡോ പസഫിക്കിൽ ചൈന മാത്രം നിയമം എഴുതുന്ന കാലം ഇനിയില്ല. നിയമങ്ങൾ തീരുമാനിക്കുന്ന മേശയിൽ ഇനി ഇന്ത്യയും ഇരിക്കും. അതുകൊണ്ട് ഈ ഇന്ത്യ ജപ്പാൻ സമ്മിറ്റ് ഒരു സാധാരണ ഡിപ്ലോമാറ്റിക് ഇവൻ്റ് അല്ല, ഏഷ്യയിലെ പവർ ബാലൻസ് മാറുന്നതിൻ്റെ ശക്തമായ സൂചനയാണ്. ചൈന മുന്നറിയിപ്പ് നൽകുന്നു, ഇന്ത്യയും ജപ്പാനും മറുപടി നൽകുന്നു. ഏഷ്യ ബിലോങ്സ് ടു ഓൾ, നോട്ട് ടു വൺ പവർ. സുഹൃത്തുക്കളെ, വീഡിയോ മുഴുവൻ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.